അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്രയും വലിയ റിസ്ക് എടുക്കുന്ന സമയത്ത് ഹൗ മച്ച് മണി വി ഷുഡ് കീപ്പ് എസൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ദ പെർഫെക്റ്റ് ആൻസർ ഇപ്പോൾ ബാച്ച പറഞ്ഞതാണ്. ഒരു 6 monthsലേക്കുള്ള മിനിമം ഒരു 6 monthsലേക്കുള്ള നിങ്ങളുടെ ബേസിക് നെസസിറ്റി നീഡ്സും അതിൽ വാട്ട് എവർ ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് നെസസിറ്റി, ഫുഡ്, വാട്ട് ഓർ ദ മെയിൻ റെഗുലർ ഡേ ടു ഡേ എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻറ്റു 6 അതായിരിക്കണം നിങ്ങളുടെ മിനിമം സേഫസ്റ്റ് ഫണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സാക്രിഫൈസിങ്, നിങ്ങൾക്ക് എടുക്കുന്ന സാക്രിഫൈസ് നിങ്ങളുടെ ഫാമിലി മൊത്തം എടുക്കേണ്ടി വരുന്നു. യെസ്, അല്ല അത് പറയാൻ പോകും. അതായത് ശരിക്കും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവർക്കൊരു എമർജൻസി ഫണ്ട് മാത്രമല്ല, നിർബന്ധമായ ഒരു ഇൻഷുറൻസ് ഉണ്ടാവണം. മെഡിക്കൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. പിന്നെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും ഉണ്ടാവണം. അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ഉണ്ടാവണം. പിന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവണം. അതായത് സ്വന്തം ബിസിനസ്സിൽ അല്ലാതെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും. കാരണം അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടേ നമുക്ക് ബിസിനസ്സിലേക്ക് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. എന്തായാലും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ലൈഫ് നമുക്ക് സേഫ് ആക്കിയിട്ട് ബിസിനസ് എന്നുള്ള കാര്യത്തിലേക്ക് കംപ്ലീറ്റ്ലി ഇറങ്ങാൻ പറ്റും.